നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാനെത്തിയ വയോധികയെ പോലീസുകാർ ആക്രമിച്ചുവെന്ന പരാതി ഉയരുകയാണ്. അതായത് താൻ പരാതി നൽകാൻ എത്തിയതായിരുന്നു, അവിടെ പോലീസുകാർ തന്നെ മർദ്ദിച്ചു എന്ന് കാട്ടി ഇടവ കൽക്കൂട്ടംവിള സ്വദേശിനിയായ വയോധിക ശാരദ പോലീസിൽ പരാതി നൽകി. വർക്കല പോലീസിലാണ് പരാതി നൽകിയത്. പക്ഷെ കേസ് എടുത്തിട്ടില്ല എന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. പരാതി അടിസ്ഥാനരഹിതമാണ് എന്നാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അറിയിച്ചത്. എന്താണ് സംഭവത്തിന്റെ സത്യാവസ്ഥ എന്നത് ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കന്റോൺമെന്റ് പോലീസ് പറയുന്നു. തന്നെ മർദ്ദിച്ചെന്ന് വയോധിക പറയുന്നു. അയൽവാസി കടമായി വാങ്ങിയ 2 ലക്ഷം രൂപ തിരികെ നൽകിയില്ല എന്ന പരാതി മുഖ്യമന്ത്രിയെ നേരിൽ അറിയിക്കാൻ എത്തിയതായിരുന്നു ശാരദ. ഒരാഴ്ച മുൻപാണ് സംഭവം ഉണ്ടായതെന്നാണ് ശാരദ പറയുന്നത്. ഇത് സംബന്ധിച്ച് അയിരൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് കോടതി പരിഗണനയിലിരിക്കുകയാണ്. ആദ്യ സന്ദർശനത്തിൽ പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. വീണ്ടും എത്തിയപ്പോൾ പോലീസ് തന്നെ അകത്തേക്ക് കടത്തിവിട്ടില്ല എന്നാണ് വയോധികയുടെ ആരോപണം. മുഖ്യമന്ത്രിയെ കണ്ടേ മടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ 5 വനിതാ പോലീസുകാരും 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് തന്നെ ബലമായി പോലീസ് ജീപ്പിലേക്ക് എറിഞ്ഞുവെന്നും ഇതിനിടെ മുഖം ഇടിച്ച് താൻ വീണെന്നുമാണ് ശാരദ പറയുന്നത്. മണിക്കൂറുകൾക്ക് ശേഷമാണ് തന്നെ പുറത്തുവിട്ടതെന്നും ഇതിനിടെ പോലീസുകാർ അനുനയ ശ്രമം നടത്തി പണം വാഗ്ദാനം ചെയ്തതായും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശാരദ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. ഗുരുതരമായ ആരോപണമാണ് ശാരദയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ സംഭവിച്ചില്ല എന്ന് പോലീസ് പറയുന്നു. എന്തായാലും കൃത്യമായ അന്വേഷണത്തിലൂടെ എന്താണ് സംഭവത്തിന്റെ സത്യാവസ്ഥ എന്ന് പുറത്തുവരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം UDF സർക്കാർ അധികാരത്തിലേറി 1.5 മാസം പിന്നിടുകയാണ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമായി പൊതുജനങ്ങളിൽ നിന്നും കിട്ടിയത് 4.5 ലക്ഷത്തിലേറെ പരാതികളാണ്. ഒരു ദിവസം ഒരു മന്ത്രിക്ക് 500-ലേറെ പരാതികളാണ് നേരിട്ടും തപാലിലും അടക്കം കിട്ടുന്നത്. സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും മന്ത്രിമാരുടെ വസതികളിലും നേരിട്ടെത്തി പരാതി നൽകാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഭരണം മാറിയതോടെ ഇപ്പോൾ ഇവിടേക്ക് ജനപ്രവാഹമാണ്. മുഖ്യമന്ത്രി പൊതുജനങ്ങളെ തടയരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പരാതിയുമായി എത്തുന്നവർ ഒരുപാടുണ്ട്. നേരത്തെ താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥർക്കായിരുന്നു പൊതുജനങ്ങൾ പരാതി നൽകിയിരുന്നത്. ഉന്നതതല തീരുമാനങ്ങൾ ആവശ്യമായിരുന്നതിനാൽ അവ മുകളിലേക്ക് അയക്കുകയും പലതും ചുവപ്പ് നാടയിൽ കുരുങ്ങുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ മന്ത്രിമാർക്ക് കിട്ടുന്ന പരാതികൾ താഴെത്തട്ടിലേക്ക് നടപടിക്കായി പോകുന്നതാണ് കാഴ്ച. ഈ മാസം തന്നെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിഞ്ഞ ഒരാഴ്ചയായി കിട്ടുന്ന പരാതികളിലേറെയും കേരള പബ്ലിക് സർവീസ് കമ്മീഷനെതിരെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതികളെല്ലാം പ്രത്യേക കെട്ടാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. അന്വേഷണം പ്രഖ്യാപിച്ചാൽ അവർക്കിവ കൈമാറും. ഇത്തരം പരാതി PSCക്ക് തന്നെ കൈമാറുന്ന പഴയ രീതി തുടരേണ്ടതില്ല എന്നാണ് തീരുമാനം. കരാർ നിയമനം, സ്ഥലം മാറ്റം, ധനസഹായം, ചികിത്സാ സഹായം, ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും ഒട്ടേറെ പരാതികൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കിട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.